So he's Mr. Narendra Reddy. He's from University of Europe. Hi everyone. He's a regional director of University of Europe. I've seen students in New Zealand, I've seen students in Australia, I've seen students for Canada because I was working there. I was a recruiter and HR recruiter and trainer because I used to recruit a lot of students. But this is the first agency having a close relationship with the students. That's a huge thing actually. The good thing is you have a nice WhatsApp group as well, where you are helping out each other in terms of housing, in terms of everything. That's a good thing, and big congratulations for the Maryland team. Maintaining one WhatsApp group for 400 students. I hope I was part of that group so that I can get a real-time updates of your student life actually. Warm welcome to the session. So thanks for inviting me as well. Luckily I'm here, so it's better to be a part of this particular gathering as well. And welcome to Germany. I know there is a lot of hurdles are there. I know there is a lot of challenges in front of you guys because we have been in your shoes before. It's been almost like 16-17 years we completed our education. I can still feel that just happened. I know there's a lot of issues in finding a jobs, completing the projects, completing the examinations, attending the classes. But I'll tell you one thing, do not fall in the loop of earning money and spending money. So thank you for having me here. And if you have any concerns, if you have anything, just let us know because we are here to help you out. ഇത് നമ്മൾ നിൽക്കുന്ന ജർമ്മനിയിലാണ്. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ജർമ്മൻ ആണ്. അപ്പം പഠിക്കുന്ന സമയത്ത് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ എന്താ പറയുക, ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാമാണ് പഠിക്കുന്നത്. പക്ഷേ പാർട്ട് ടൈം ജോബിൻ്റെ സമയത്ത് നമ്മൾ ക്ലീനിങ്, പാക്കിംഗ് ഇങ്ങനത്തെ ടൈപ്പ് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ല. പക്ഷേ നമ്മൾ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്കൊരു 1.5 ഇയർ സ്റ്റേ ബാക്കിൻ്റെ ആ ഒരു ഡ്യൂറേഷനിൽ ജർമ്മൻ ലാംഗ്വേജ് അറിയുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി ഇൻഫർമേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ റൂമിൻ്റെ ആണെങ്കിലും എന്തായാലും ജോലിയുടെ ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ തന്നെ നമ്മുടെ തന്നെ 2 സ്റ്റുഡൻസിന് ഓൾറെഡി ഞാൻ ജോബ് മേടിച്ച് കൊടുത്തു. അവർക്ക് അതിനുള്ള ടാലൻറ്റ് ഉള്ളത് കൊണ്ട് അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. എല്ലാവരും നിങ്ങൾക്കൊരു അവസരം കിട്ടിയാലും മറ്റുള്ളവർക്കും കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന അവസരം. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടു. നമ്മുടെ ജർമ്മനിയിലേക്ക് വന്ന ഒരു സ്റ്റുഡൻറ്റ് വേറൊരു ഏജൻസി വഴി വന്നു. അൺമൾഡൂങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ചു. സിറ്റി രജിസ്ട്രേഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞ് ഏജൻസി 2 ലക്ഷം രൂപ മേടിച്ചു. ഇവിടുന്ന് ഗൂഗിളിൽ തപ്പി അവിടെ പോയി ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ, അതിനെങ്ങനെ 2 ലക്ഷം രൂപ മേടിച്ചു? അബദ്ധങ്ങൾ പറ്റാതിരിക്കുക. രണ്ടാമത് നിങ്ങൾക്ക് അറിയാം, റൂമൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് ഇവിടെ നിലവിലുള്ള കമ്മീഷൻ ഉണ്ട്, അതുപോലും ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ തമ്മിൽ കണക്ഷൻ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ട് ടൈം ജോബ് വേണമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. നിനക്ക് പാർട്ട് ടൈം ജോബ് കിട്ടി വന്ന് 25 ഡേയ്സ് കൊണ്ട് പാർട്ട് ടൈം ജോബ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേരും പറയാനുള്ളത്, വരുന്ന ഒരു 2 മാസത്തേക്ക് പാർട്ട് ടൈം ജോബ് ഒന്നും പ്രതീക്ഷിച്ചിരുന്ന ആരും വേണ്ട. അത് നമ്മൾ അവിടെ നിന്ന് വന്ന് ബ്ലോക്ക് അക്കൗണ്ട് ഒക്കെ ഒന്ന് റെഡിയായി എല്ലാം ഒന്ന് അറേഞ്ച് ആയി. അതുകൊണ്ട് വരുന്ന സ്റ്റുഡൻസ് എന്തായാലും ബ്ലോക്ക് എമൗണ്ട് എന്തായാലും ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തേക്ക് ആ ബ്ലോക്ക് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാന്നുള്ള മൈൻഡ് വന്നാൽ മതി. ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ എന്തായാലും ഒരു പാർട്ട് ടൈം എന്തെങ്കിലും ആയിട്ട് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. ഏത് മന്തിലാ കൂടുതൽ ജോബ് ഓപ്പണിംഗ് ഉണ്ടാവുക? സെപ്റ്റംബർ ടു ജാനുവരി വരെയാണ് ഏറ്റവും കൂടുതൽ ജോബ്. അത് ഈ ജാനുവരി കഴിയുമ്പോൾ നമ്മളെ പറഞ്ഞു വിടും അവര്, പെർഫോമൻസ് ബേസിൽ അല്ലേ? ഒരു സ്റ്റുഡന്റിനോട് സംസാരിച്ചവൻ പറഞ്ഞു, എനിക്ക് രാവിലെ പാർട്ട് ടൈം ഉണ്ട്, പിന്നെ ഒരു മിനി ജോബ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാ ശരിക്കും? ടാക്സ് അടയ്ക്കണ്ട, അത് ക്യാഷ് ഇൻ ഹാൻഡ് ആണോ? ടാക്സ് പോലെ. ഓഹോ. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ അലക്സ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കഫേ ഉണ്ടായിരുന്നു, ഇറ്റാലിയൻ കഫേ. അവിടെ മിനി ജോബിന് കയറി. എന്നിട്ട് അവർ കോൺട്രാക്ട് എനിക്ക് തന്നില്ല. ഞാൻ വർക്ക് ചെയ്തു, ഒരു 2 മാസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് നോക്കുമ്പോ എന്റെ ടാക്സ് ക്ലാസ് 6 ആയി. അതെങ്ങനെ? അത് എന്ന് വെച്ചാല് അവരെന്നെ രജിസ്റ്റർ ചെയ്തേക്കുന്നത് പാർട്ട് ടൈമിലായിരുന്നു. അപ്പൊ എനിക്ക് 2 പാർട്ട് ടൈം ആയി. അപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്ന് മാസം ഒരു 400 യൂറോ എന്ന് വെച്ചാൽ പാർട്ട് ടൈം ജോബിന്റെ 400 യൂറോ കട്ടാവുന്നു. അങ്ങനെ ഒരു 1500 യൂറോ ടാക്സ് ആയിട്ട് മാത്രമേ എനിക്ക്. ഓക്കെ, പിന്നെ നീ അതെങ്ങനെ ശരിയാക്കി? എന്നിട്ട് പിന്നെ ഇവിടെ പോയി ഫിനാൻസ് സാമിറ്റിൽ പോയി. നമുക്ക് ഫിനാൻസ് സാമിറ്റിൽ നമുക്ക് ഇയർ എൻഡിൽ സ്റ്റുഡന്റ് ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് ടാക്സ് തിരിച്ചു തരൂലേ? അതെ, അങ്ങനെ തരൂലേ? ക്ലെയിം എനിക്ക് തോന്നുന്നു മാർച്ച് ആ ടൈം പീരീഡിലാണ് തോന്നുന്നല്ലേ? എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം അവർക്കൊരു നമ്മൾ 50 യൂറോസ് കൊടുത്താൽ മതി. ബാക്കി പ്രൊസീജിയേഴ്സ് അവർ ചെയ്തു തരും. നമ്മൾ ഈ
ഈ ഫിനാൻസ് കമ്പനി നമ്മൾ പോവാണെങ്കിൽ ഒരുപാട് കാര്യം ഫില്ല് ചെയ്യണം. നമ്മളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്നത്, കാരണം ഓൾറെഡി ഫുള്ള് ജർമ്മനിലായിരിക്കും കാര്യങ്ങൾ. ഈ സാസ്റ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒരു നമ്മുടെ ഒരു മീഡിയേറ്റർ പോലെ അവർ ചെയ്ത്, പക്ഷെ നമ്മളൊരു സർവീസ് €50 സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് ശരിയാക്കി തരും. ടാക്സ് ആപ്പ് ഉണ്ട്, ഒരു പേപ്പർ ഉണ്ട്, മൊത്തം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആപ്പിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അക്കൗണ്ടിൽ പൈസ വന്നു തരും. ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ കൂടുതൽ ചിലപ്പോൾ കുറവ് കിട്ടും. പക്ഷെ ആ ഒരു മന്ത്ലി ആ ഒരു വർഷം മൊത്തം കിട്ടും പൈസ ഫുള്ള് കിട്ടും അല്ലേ? സ്റ്റുഡന്റ് ആയതുകൊണ്ട് നമ്മൾ അടയ്ക്കുന്ന ക്ലാസ്സിലെ ടാക്സ് ഫുള്ള് നമുക്ക് തിരിച്ചു തരും. നമ്മൾ അതിനകത്ത് പിന്നെ എക്സ്പെൻസ് ലാഭം വാങ്ങി അങ്ങനെ ഒന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. So he is Mr. Serkan. So he is the legal advisor of Maryland. So he is born and brought up in Germany. He's having good experience with German education and everything. So he want to say a few words regarding the situation what we are facing, how we can solve the issues and everything. So just welcome Serkan. Thank you everyone and welcome in Germany first of all. My name is Serkan. I was born in Hamburg. I lived here until I was 13. Then I lived in Turkey for a while because originally part of my family is from Turkey. I started with the legal advice actually here in Germany through my old university. We was the ambassador for the Canadian university there, and back then my experience come from there. So we had a lot of German students who wanted to have legal advice for Canada and placements in Canada, and that's how it all started. And then I got in contact with Maryland. And since 2 years, we've been doing the legal advice here with the paperwork, the processing. So all of the documents actually that come from you, we look through them, we scan them, and then we do an official, like an Antrag, we say in German. And actually, my girlfriend, sometimes we get some help from her as well. The father is in the police department here in Berlin. So if there's some difficult situations, we advise them and cooperate with them. But yeah, so much for that. Yeah, thank you. He's giving a great support to our Maryland team. So whenever some students after reaching here, they are facing some issues and everything for changing their visa and everything. So in that scenario, he is the person who is helping us to rectify the issues and everything. So thank you. Thank you. Yeah, thank you. Thank you very much. റോഷിലെ എന്നാ ഉണ്ട് വിശേഷം? സുഖം. ആണോ? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇപ്പം ഇതാ കോഴ്സ് ഈ മാസം കഴിയും. പാർട്ട് ടൈം ഒക്കെ? പാർട്ട് ടൈം ഇപ്പൊ ഉണ്ട്. ഇപ്പം ആഴ്ചയിൽ 3 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലാസ് ഇപ്പൊ എല്ലാം കഴിഞ്ഞു. ഇപ്പം തീസിസിന്റെ വർക്ക് മാത്രമേ ഉള്ളൂ. ജോലി കിട്ടൂലേടാ? ജോലി കിട്ടും. ഞാൻ BSBയിലാണ് പഠിച്ചത്. ഇപ്പൊ ഫുൾ ടൈം കോൺട്രാക്ട് കിട്ടിയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യണം. ജോലിക്ക് കയറി. മേരിലാൻഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനും ഏജൻസി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അഷർ പറഞ്ഞിട്ടാണ് ഞാൻ ഏജൻസിനെ കുറിച്ച് അറിയുന്നതും എല്ലാം. പക്ഷെ ജോബിൻ ചേട്ടൻ സ്ട്രൈറ്റ് തന്നെയാണ് എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തത്. അതായത് ഫസ്റ്റ് റിജക്ഷൻ കിട്ടിയിട്ട് ആക്ച്വലി ജെയിൻ സ്വന്തമായിട്ട് ചെയ്തിട്ട് റിജക്ഷൻ വന്ന ആളാണ്. ജെയിൻ സ്വന്തമായിട്ട് ചെയ്ത് റിജക്ഷൻ കിട്ടിയിട്ട് ജെയിൻ ഇങ്ങനെ അഷറിനോട് പറഞ്ഞു, അഷറെ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് റിജക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അഷർ പറഞ്ഞു നീ അങ്ങനെയാണെങ്കിൽ ഒന്ന് ജോബിൻ ചേട്ടനെ ബന്ധപ്പെടാൻ പറഞ്ഞുകൊണ്ട് അഷർ നേരിട്ട് എന്റെ നമ്പർ തന്നെ ജെയിന് തന്നു. ഫൈനലി നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് വിസ കിട്ടി. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഏജൻസി ആയിട്ട്. എന്തായാലും ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോ എല്ലാം എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തത് ഏജൻസിയാണ്. ഇവിടെ വന്നിട്ട് അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. കംഫർട്ടാണ് ഇപ്പൊ? കംഫർട്ടബിൾ ആണ്. കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ ജോലി കിട്ടിയോ? കൂടെ പഠിച്ചവർക്ക് ജോലിയായി വരുന്നുണ്ടല്ലേ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജോബ് സീക്കിംഗിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എത്ര മാസം കൂടെ ഉണ്ട്? ഒക്ടോബർ വരെ, 2025 ഒക്ടോബർ വരെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ എന്തായാലും അൺലിമിറ്റഡ് കോൺട്രാക്ട് കിട്ടി ജോലിയിലേക്ക് മാറുകയാണ്. സൂപ്പർ, അടിപൊളി. എന്റെ പേര് അൻസാഫ്. അൻസാഫ് എവിടെയാ? നാട്ടിലെവിടെയാ? ഞാൻ കാസർഗോഡ് മാംഗ്ലൂർ ബോർഡർ ആണ്. എങ്ങനെ ഉണ്ടായിരുന്ന ജേർണി ഒക്കെ? ജേർണി അടിപൊളിയാണ്. സ്പെഷ്യലി മേരിലാൻഡ് മാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുല്യാണ് പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തു. ഏകദേശം 1 കൊല്ലം കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു. വരുന്നതിന് 1 മാസം മുന്നാണ് ഞാൻ നിങ്ങളുടെ ബ്രാഞ്ചിലോട്ട് വിസിറ്റ് ചെയ്തത്. ഞാൻ 2-3 പേരോട് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരാൻ, റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല സർവീസ് ആയതുകൊണ്ടാണല്ലോ റെഫർ ചെയ്തല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇവിടെ? ഹാപ്പിയാണോ? ജർമ്മനിയിൽ ജോബും കൂടി ആയാൽ വളരെ ഹാപ്പിയാണ്. ഒരു പ്രശ്നം, ഒരു കുഴപ്പമില്ല. അമൽ, എങ്ങനെയുണ്ടായിരുന്നു മേരിലാൻഡിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ? ഇതുവരെ കണ്ടിട്ടില്ലേലും അടിപൊളിയായിരുന്നു അല്ലേ? ഓഫീസിലൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ലായിരുന്നല്ലേ? അല്ലടാ, ഞാനൊരു ജനറലി ഒരു സംശയം ചോദിക്കണേ. ഇപ്പൊ നിങ്ങളൊക്കെ ഇത്രയും ലക്ഷങ്ങൾ മുടക്കുമല്ലോ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ, ഏജൻസി പോലും വിസിറ്റ് ചെയ്യാതെ അല്ലെ ഏജൻസിനെ കാണാതെ എങ്ങനെയായിരിക്കും നിങ്ങളത് വിശ്വസിക്കുന്നത്? ശരിക്കും എല്ലാം നമ്മൾ തന്നെയാണ് ജയിക്കുന്നത്. ഏജൻസി
നന്നായിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് തരും. പിന്നെ നേരിട്ട് തന്നെ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാശൊക്കെ നമ്മൾ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ അവര് നമുക്കൊരു ഗൈഡും കൂടെ ഉണ്ട്, സപ്പോർട്ടുണ്ട്. പിന്നെ എല്ലാവരും വിശ്വാസം, എല്ലാവരും വിശ്വാസമല്ലേ? വിശ്വസിക്കാം. അതെ അതെ. ജർമ്മൻ ലൈഫ് ശരിക്കും പറഞ്ഞു ഞങ്ങൾ വന്നത് കോവിഡ് ടൈം വഴി വന്നു. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാല് അറിയാലോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജോബിന് വേണ്ടിയിട്ടാണെങ്കിൽ പാർട്ട് ടൈം ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഇതില് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാരണം ഞാൻ വന്ന സമയത്ത് ആമസോണിൽ കയറി. ഇപ്പൊ ജെറോമ് പഠിത്തം കഴിഞ്ഞിട്ട് ഫുൾ ടൈം ജോബിൽ കയറി. ഇപ്പൊ ഫുൾ ടൈം ജോബ് അവിടെ തന്നെ വിസ കിട്ടി. ഇനിയിപ്പോ സെറ്റിൽ ആണ്. ഒരു 1 year കിട്ടിയിട്ടുണ്ട്. പിന്നെ മേരിലാൻഡിന്റെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു? മേരിലാൻഡ് സർവീസ് തെറ്റൊന്നും പറയാല. കാരണം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈവൻ നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇതാണ് ആദ്യമായിട്ട് പറഞ്ഞ എന്നാ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണാനല്ലേ. എൻ്റെ പേര് മനു. നാട്ടിലെവിടെ? ഞാൻ കണ്ണൂർ ഇരിട്ടിയാണ്. അപ്പോ ഞാൻ ഇരിട്ടി ഓഫീസ് വഴിയായിരുന്നു അന്ന്. സിബിഷാണ് വഴിയാണ് ചെയ്തത്. അപ്പൊ ഞാൻ 2022 നവംബറിലാണ് ഇവിടെ വന്നത്. ഇതേപോലെ ആ വിന്റർ ഇൻടേക്കിൽ എനിക്ക് തോന്നുന്നു വന്നവർക്കെല്ലാം പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം ആയിട്ടുണ്ട്. റൈഡർ ജോബ് ഞാൻ വന്ന് റൈഡർ ജോബിലാണ് കയറിയത്. അപ്പോ യൂണിവേഴ്സിറ്റി പഠിച്ചിരുന്നത്? ഞാൻ BSB ഇപ്പൊ ഞാൻ ഫുൾ ടൈം ആയിട്ട് ജോബ് സീക്കറിലാണ്. ടെസ്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ? ടെസ്ലയിൽ എന്തായിട്ട്? പ്രൊഡക്ഷൻ അസോസിയേറ്റ്. നമ്മളെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ അന്ന് ഓക്കെ ആയിരുന്നു? അതിലൊന്നും പറയാനൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. എന്താവശ്യം വിളിക്കും. ഓക്കെ, താങ്ക് യു. പേര് പറഞ്ഞോ? അസീബ്. എവിടെ? നാട്ടിലെവിടെ? മട്ടന്നൂർ അല്ലേ? ഇപ്പൊ ഏത് യൂണിവേഴ്സിറ്റിയാ പഠിച്ചിരുന്നത്? ഒരുമിച്ചായിരുന്നു നിങ്ങൾ? ഓക്കെ. കോഴ്സ് കഴിഞ്ഞപ്പോ ഇപ്പൊ എന്താ പാർട്ട് ടെസ്ലയില്? കോഴ്സ് കഴിഞ്ഞ ശേഷം ടെസ്ലയിൽ വർക്ക് ചെയ്യാം. എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഷുവറല്ലേ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. ജർമ്മനിയൊക്കെ ഓക്കെയാണ്? ഇപ്പൊ സെറ്റ് അല്ലേ കാര്യങ്ങളൊക്കെ? എന്റെ പേര് പൃഥ്വി. ഞാൻ തൃശ്ശൂരിന്നായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മേരിലാൻഡിന്റെ സർവീസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? അത് സൂപ്പറായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കൗൺസിലർ ആരായിരുന്നു? അനുശ്രീ. അവിടെ ഞാൻ അവിടെ പോയിട്ടില്ല, ഓഫീസിൽ പോയിട്ടില്ല, വിസിറ്റ് ചെയ്തിട്ടില്ല. ഒക്കെ ഫോണിലാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ. ഞാനൊരു സംശയം കേട്ടോ, നിങ്ങൾ ഈ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ട്രസ്റ്റ് ഉണ്ട്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ലല്ലോ, വേറെ രാജ്യത്തേക്ക് പോകില്ല. അപ്പൊ പാരന്റ്സിനും കുറെ പേടിയൊക്കെ ഉണ്ടാകും. ഓക്കെ, അത് എന്റെ വീട്ടിലും ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ വൺസും പോയി കാണാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ തരുന്ന സർവീസിൽ നമ്മൾ കംഫർട്ടബിൾ ആണ്. കാരണം ഓരോ സ്റ്റെപ്പും കഴിയുമ്പോഴും നിങ്ങൾ വിളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അതിൽ ഓക്കെയാണ്. എന്താ പറയാ, എല്ലാവരും ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഫീസ് അടച്ച് കഴിഞ്ഞാലും അവിടെ നിന്ന് ഒരു കോള് വരുമ്പോ ശരിയാ ഫീസ് അടച്ചില്ല. ഇനിയിപ്പോ ഫീസ് അപ്പൊ നമ്മൾ ചിന്തിക്കും, വിളിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അയ്യോ ആ വഴിക്ക് അങ്ങോട്ട് പോയോ. ഫോളോ അപ്പ് കോൾസ് ഒക്കെ വരുമ്പോ കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് ഈ രാജ്യത്തൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങള് കുറെ പ്രതിസന്ധികൾ നേരിട്ടതായപ്പോ ഞങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് പാരന്റ്സ് ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ അത് വരാതിരിക്കാനാണ് ഇങ്ങനെ. പിന്നെ നമ്മൾ എന്റെ അറിവിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒന്നും ഉള്ളവരാരും എന്റെ അറിവിലില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഞാനും ഇതിപ്പം ഇപ്പൊ ഞാൻ താമസിക്കുന്നിടത്ത് കുറെ വേറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഞാനിപ്പം ഇവിടെ ഇറങ്ങണ നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ മീറ്റപ്പിന് പോയിട്ട് വരാന്ന് പറഞ്ഞു. മീറ്റപ്പോ അതെന്ത്? ഞാൻ പറഞ്ഞ ഞാൻ വന്ന കൺസൾട്ടൻസി. അപ്പൊ അവര് കൺസൾട്ടൻസി മീറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ മീനാക്ഷിനെ എനിക്കറിയാം. കാരണം വെച്ചാൽ മീനാക്ഷി വന്നിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ട്. മീനാക്ഷിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ മീനാക്ഷി എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അതുല്യ കൗൺസിലർ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിളിച്ചു ചോദിക്കും ഓക്കെ അല്ലേ. പിന്നെ അവിടെ BIC നേരത്തെ പഠിച്ച ആൾക്കാരുടെ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കോൺഫിഡൻസ് അതായത് BSc പഠിക്കുന്ന പിള്ളേരുടെ തന്നെ നമ്പർ ഷെയർ ചെയ്തിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. നമ്മുടെ ജർമ്മനി വന്ന കുറച്ച് കുട്ടികളോട് കൂടിയാണ് നമ്മളിപ്പോ ഉള്ളത്. ജർമ്മനിലേക്ക് വരാനുള്ള കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?